ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ വൈകിട്ട് നല്ല ക്ഷീണമായിരുന്നു. കാരണം ട്രിപ്പൊക്കെ നല്ലോണം മാറ്റി ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ഇടുക തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒന്നും അറിഞ്ഞിരുന്നില്ല, വെറും ട്രിപ്പിൽ തന്നെ പോയിരുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ ചേച്ചിമാരെല്ലാവരും ഡിസ്ചാർജായി പോയി. അതൊക്കെ പുതിയ ആളുകളാണ് കേട്ടോ. ഒരാൾക്ക് പനിയൊക്കെ ആയിട്ട് വന്നിട്ട് ഛർദിയൊക്കെ ആയിട്ട് ഹോർമോണിൻ്റെ കുറവൊക്കെ മൂലം വന്ന് കിടക്കുകയാണ്. ഒരാൾക്ക് കഫക്കെട്ട്, പിന്നെ ഒരാൾ ഓപ്പറേഷന് വന്ന് കിടക്കുകയാണ്. അങ്ങനെ രാവിലെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മാഡം വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഓവർ സ്ട്രെയിൻ എടുക്കരുത്, സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ചെയ്യാനുള്ള കുറച്ച് എക്സസൈസും കാര്യങ്ങളും മാത്രമല്ല, പിന്നെ നല്ലോണം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, റിലാക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നല്ലോണം ഉറങ്ങണം കിടന്നിട്ട്. ഞാൻ പറഞ്ഞു ഉറക്കമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു നേരത്തെ മരുന്ന് തെറ്റിയപ്പോഴേക്കും എങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനിയും തുടർന്ന് മരുന്ന് കഴിക്കണം, മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരണം എന്നൊക്കെ അങ്ങനെയൊക്കെ എൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ മാഡം കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ മാഡം കുറച്ച് കഴിഞ്ഞിട്ട് വേറെ മാഡം കൂടിയും വരും. ആ മാഡം കൂടിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മാഡം കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു നമുക്ക്. പിന്നെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷനൊന്നും എനിക്ക് കാര്യമായിട്ടില്ല. കാരണം ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മളെ ഇടയിൽ. അങ്ങനെ മാഡം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് മാഡം പോയി. അതിനുശേഷം കൈ ഭയങ്കര വേദന, ബൾജായിരുന്നു. അപ്പോൾ അവിടുത്തെ സിസ്റ്റർമാർ വന്നിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി തന്നു. അവർ എന്താണ് നിങ്ങളെ ചാനലിൻ്റെ പേരെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് അവർ ശരിയാക്കി തന്നു. കയ്യിൽ ബ്ലഡും വന്നിരുന്നു നന്നായിട്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് തന്നു. അവിടെ നല്ല ബൾജായിട്ട് നല്ല നീര് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ ചായയൊക്കെ കൊണ്ടുവന്നു. പുറത്ത് നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. വീട്ടിൻ്റെ അവിടേക്കൊക്കെ ഉണ്ടായിരുന്നു എന്നറിയില്ല. പിന്നെ ഇവിടെ റേഞ്ചിൻ്റെ ഒരു പ്രശ്നം കാരണം ഏട്ടന് വിളിക്കാനും പറ്റിയിരുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഫ്രണ്ട്സ് കേട്ടോ, അതായത് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടൊക്കെ അന്വേഷിച്ചു. കുറേ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച്, കുഴപ്പമൊന്നുമില്ലല്ലോ, റെസ്റ്റ് എടുക്കാനും നമുക്ക്. കാരണം നമ്മൾ വിചാരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഒരുപാട് ആളുകൾ നമ്മളതിനെ ആയിട്ട് കോണ്ടാക്റ്റ് ഒക്കെ ചെയ്തപ്പോൾ ഒരുപാട് നമുക്ക് സന്തോഷം തോന്നി കേട്ടോ. ഒരു ടെൻഷൻ പറയുന്നത് കുട്ടികളെ എക്സാമാണ്, അതാണ് മെയിൻ ടെൻഷൻ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.